ഏറെയുണ്ട്. ആ സഖാവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഹൈക്കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വീരേന്ദ്രകുമാറിന്റെ മകൻ കയ്യേറിയ ഭൂമിയിലേക്ക്, അവിടുത്തെ കള്ള രാജാക്കന്മാർ കയ്യേറിയ ഭൂമി ഇവിടുത്തെ സാധാരണക്കാരന്റെ ആദിവാസികളുടെ ഭൂമിയാണെന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട്, കേരളത്തിന്റെ ഭരണകൂടത്തെ കൊണ്ട് പറയിപ്പിക്കാൻ അതിശക്തമായ രീതിയിൽ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സമരസഖാവിനെ നിങ്ങൾക്കെല്ലാവർക്കും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നായകനെ ഈ ഡിവൈഎഫ്ഐ പവർ ഓഫീസ് റൂമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ലാൽശ്രാം സഖാവേ, ആദ്യമായിട്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയെ അഭിനന്ദിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടം മലയാളികൾ നടത്തുന്ന പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ലോകം അല്ലെങ്കിൽ നമ്മുടെ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി കോർപ്പറേറ്റുകൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, ഏറ്റവും അവസാനം 2G സ്പെക്ട്രം അഴിമതി, 1,76,645 കോടി രൂപയുടെ 2G സ്പെക്ട്രം അഴിമതിയാണ് ഇന്ന് വിവാദമായിരിക്കുന്നത്. അതിനെതിരെ കേരളത്തിലും ഇന്ത്യയിലും ആകെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലും അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലും, ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലും വമ്പിച്ച സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ കേരളത്തിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തും അതിനെ ചുവടുപിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ വെട്ടിക്കുറച്ചും ഡീസലിന്റെയും പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയും വില കുത്തനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഒട്ടകമുകാരിമാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത് ജനങ്ങളുടെ ജീവിതം കഷ്ടത്തിലാക്കുന്ന നയമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എങ്കിൽ അതേ ചുവടുപിടിച്ചുകൊണ്ടുള്ള നയമാണ് കേരളത്തിലും UDFന്റെ നേതൃത്വത്തിൽ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ 40 ലക്ഷം കുടുംബത്തിന് 2 രൂപയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. കൂടുതൽ പേർക്ക് അത് വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ബജറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. എന്നാൽ ഇന്ന് UDFന്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 40 ലക്ഷം എന്നുള്ളതിൽ നിന്ന് വെട്ടിക്കുറച്ച് 20 ലക്ഷം ആളുകൾക്ക് മാത്രമേ 1 രൂപയുടെ അരി കൊടുക്കൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. മാവേലി സ്റ്റോറിലൂടെ സാധാരണ ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് 13 ഇന നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്. അതിന്റെ ഫലമായിട്ടാണ് പൊതുമാർക്കറ്റിൽ ഒരു പരിധിവരെയെങ്കിലും വില നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 13 സാധനങ്ങൾക്ക് മാവേലി സ്റ്റോറിലൂടെ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി എടുത്തുകളഞ്ഞ് സാധനങ്ങൾക്ക് വില കൂട്ടാനുള്ള തീരുമാനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ന് പാലക്കാട് ജില്ലയിൽ ആദിവാസികളുടെ ഭൂമി നമ്മുടെ കാറ്റാടിക്കമ്പിൽ കൈവശപ്പെടുത്തേണ്ട
പറഞ്ഞത് ആദിവാസികളുടെ ഭൂമി തനിക്കെതിരെ നടപടി സ്വീകരിക്കണം, ആ ഭൂമി ആദിവാസികൾക്ക് തിരിച്ചു കിട്ടണം എന്നാണ്. ഇന്ന് ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ആദിവാസികളുടെ ഭൂമി ഒരു കാരണവശാലും കമ്പനിയിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഏതെങ്കിലും ഭാഗം ആദിവാസികൾക്ക് കൊടുത്താൽ മതി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യത്തിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഭരണത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റും മുന്നണിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും പരിഹാസ്യമായ രീതിയിലാണ് പാം ഓയിൽ കേസിൽ രാജിവെച്ചൊഴിയേണ്ട മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ്. എല്ലാ വൃത്തികേടും പകുത്തുകൊണ്ട് സാമാന്യ മര്യാദയും രാഷ്ട്രീയ മര്യാദയും ധാർമ്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ശ്രമമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഇന്ത്യയിലും കേരളത്തിലും ഭരണാധികൾ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ അണ്ണാ ഹസാരിയെ പോലെ ഉള്ള അതിശക്തമായ പ്രക്ഷോഭം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ സമരങ്ങളെ പുച്ഛിക്കുന്ന സമീപന പാരയുടെ സമരത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച ഏറ്റവും അവസാനം കാണേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ലോകത്താകെ ഭരണാധികാരികൾക്കെതിരെയുള്ള അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ നിത്യേന വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഭരണാധികാരികളുടെ കൊള്ളയ്ക്കും കൊള്ളരുതായ്മയ്ക്കും എതിരെ നടത്തുന്ന പോരാട്ടം ശക്തിപ്പെടുത്താൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഓക്കെ സഖാവ്.